ഹലോ കൂട്ടുകാരെ, ഇന്ന് തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ്റെ ജീവചരിത്രത്തെ പറ്റിയാണ് പറയുന്നത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാഷാകവിയാണ് തുഞ്ചത്ത് രാമാനുജ എഴുത്തച്ഛൻ. പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് അദ്ദേഹം. 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലായി അദ്ദേഹം മലപ്പുറം ജില്ലയിൽ തിരൂരിലെ തൃക്കണ്ടയൂരിൽ തുഞ്ചൻ പറമ്പിലാണ് ജനിച്ചത്. എഴുത്തച്ഛൻ്റെ യഥാർത്ഥ നാമത്തെ സംബന്ധിച്ചും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഇന്നും പല വാദങ്ങളുണ്ട്. കണിയാർ സമുദായത്തിലെ എഴുത്താശാനായിരുന്നു അദ്ദേഹമെന്ന് ചിലർ വാദിക്കുമ്പോൾ മറ്റു ചിലർ ജ്യോതിഷ പണ്ഡിതനായ ഒരു ബ്രാഹ്മണന്റെ മകനായിരുന്നു എഴുത്തച്ഛൻ എന്ന് പറയുന്നു. 30 അക്ഷരമുള്ള വട്ടെഴുത്തിനു പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ്റെ കൃതികൾ സാധാരണക്കാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. എഴുത്തും വായനയും അറിയാത്തവർക്ക് പോലും സുഗമമായി പഠിച്ച് പാടാവുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വരികൾ. അധ്യാത്മരാമായണ കിളിപ്പാട്ട്, ഉത്തരരാമായണം, മഹാഭാരത കിളിപ്പാട്ട്, ദേവി മഹാത്മ്യം എന്നിവയാണ് എഴുത്തച്ഛൻ്റെ പ്രധാന കൃതികൾ. കിളിയെക്കൊണ്ട് കഥ പറയിപ്പിക്കുന്ന രീതി മുൻപേ തന്നെ തമിഴിൽ നിലനിന്നിരുന്നുവെങ്കിലും കിളിപ്പാട്ട് പ്രസ്ഥാനമായത് എഴുത്തച്ഛനിലൂടെയാണ്. അതുകൊണ്ട് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് എഴുത്തച്ഛൻ അറിയപ്പെടുന്നു. ഡിസംബർ 31-നാണ് തുഞ്ചൻ ദിനമായി ആചരിച്ചു വരുന്നത്. എഴുത്തച്ഛൻ്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പിലാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. നന്ദി.